ആവേശകരമായ ഫൈനൽ മത്സരത്തിന് ശേഷം സ്പെയിൻ ഈ പുതിയ ചാമ്പ്യന്മാരായിരിക്കുന്നു ലോകകപ്പിന്റെ. ഇതാ ഒരു സ്പെയിൻ ആരാധികയുണ്ട്. എങ്ങനെയാണ് ഈ ഒരു വിജയത്തെ എങ്ങനെ കാണുന്നു? അവര് അർഹിച്ച വിജയമാണ്, കാരണം അവർ അത്രയും കളിച്ചിട്ടുണ്ട്. പിന്നെ റെഫറി നല്ല റെഫറി ആയിരുന്നു. റെഫറി അർജന്റീനയ്ക്ക് അനുകൂലമായി നിന്നില്ല. ഇല്ല, സ്പെയിൻ ആരാധകരുടെ ഒഴുക്കാണ്. എങ്ങനെയുണ്ട് ഈ ഒരു മത്സരം? ടോറസിന് നല്ല അടിപൊളി വിജയം. ടോറസിലുകൊണ്ടാണ് സ്പെയിൻ ജയിച്ചത്. അർജന്റീനക്കാര് എങ്ങനെ സങ്കടം ഇവിടെ നമുക്ക് കാണാം. വലിയ ആവേശത്തോടു കൂടിയാണ് ആളുകളെല്ലാം തന്നെ. സങ്കടമുണ്ടോ? സങ്കടമുണ്ട്, ചെറുതായിട്ടുണ്ട്. പക്ഷെ കളിച്ചില്ല. സ്പെയിനാണ് കുറച്ചും കൂടെ നന്നായിട്ട് കളിച്ചത്. പക്ഷെ വിഷമമുണ്ട് തോറ്റതില്. കണ്ണീരാണത്. ലാമിൻ യമാൽ അല്ലേ? എങ്ങനെയുണ്ട് ഇന്നത്തെ കളി? എങ്ങനെയാണ്? അടിപൊളി കളി, ഒന്നും പറയാല്ല. അർജന്റീനക്കാരോട് ഒന്നേ പറയുള്ളൂ. നമുക്ക് കാണാം. ഇതാ സ്പെയിനിന്റെ വലിയ വിജയാഘോഷം. ഇവിടെ സ്പെയിനിന്റെ ആരാധകര് ഇവിടെ സ്പെയിനിന്റെ ആരാധകർ ആഘോഷം തുടങ്ങിയിരിക്കുന്നു. എങ്ങനെ എന്ത് പറയാനാ, നമ്മൾ ഏകപക്ഷീയ വിജയിച്ചു പറയാം. ഗംഭീര വെച്ചായിരുന്നു. സങ്കടത്തോടുകൂടി പോകുന്ന അർജന്റീന Spain played really well. That's it. എങ്ങനെ വിജയത്തെ എങ്ങനെ കാണുന്നു? ഇത് ഞങ്ങൾ 22-ൽ പറഞ്ഞു വെച്ച വിജയത്. ഒരുപാട്. എന്താ പേരെന്താ? ആരാ ഇഷ്ടപ്പെട്ടത്? ആരാ? അടിപൊളി കളി. സൂപ്പർ. ഒരു അർജന്റീന രണ്ടുപേരും എങ്ങനെയുണ്ട് കളി? അടിപൊളിയാണ്. നമ്മൾ അടുത്ത കളി ജയിക്കൂ. പക്ഷെ സങ്കടമുണ്ട് ചെറുതായിട്ട്. സങ്കടമില്ലാതെക്കോ? അടുത്ത കളി നമ്മൾ ജയിക്കൂ, അത്രേ ഉള്ളൂ. ഒന്നും പറയാനില്ല. അർജന്റീന വിട്ടെടുത്തതാണ് അർജന്റീന. സ്പെയിന് നന്നായി കളിച്ചു, ജയിച്ചു. അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. അതാണ് അർജന്റീന ഫാൻസ് പറയുന്നത്. സ്പെയിൻ നന്നായി കളിച്ചു എന്നുള്ളത്. ഇവിടെ നമുക്ക് വലിയ ആവേശം. ഇതാ സ്പെയിൻ ഒരു സ്പെയിൻ മെസ്സിക്ക് ബോൾ കിട്ടിയിട്ടില്ല. സ്പെയിനിന്റെ വലിയൊരു ആവേശമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. സൂപ്പർ കളി. നിമേഷ് സ്പെയിനായിരുന്നു. ഞാൻ ബ്രസീലാണ്. പക്ഷെ അർജന്റീന പൊട്ടി. അതെ, ബ്രസീൽ ആദ്യമേ പൊട്ടി. അർജന്റീന അതിനൊരു സന്തോഷം. സ്വന്തം ടീമിനൊപ്പം വേറെ ആരും ടീമിനൊപ്പം ആഘോഷിക്കുന്നവരൊക്കെ കഴിഞ്ഞ തവണയും പൊട്ടി, ഇത്തവണയും പൊട്ടി. വേറെ ടീമിനൊപ്പമല്ല, സ്വന്തം ടീമിനൊപ്പം. എന്ത് തോന്നി പ്രീ ക്വാർട്ടറിൽ പൊട്ടിയപ്പോ? സങ്കടം മൊത്തം. ഞാൻ മെസ്സി ഫാനും കൂടെ. മൊത്തത്തിൽ പൊട്ടിയല്ലേ? എന്താ പേരെന്നാ? മുഹമ്മദ് ഇഷാൻ. ആരാ ഇഷ്ടപ്പെട്ട താരാരാ? റൊണാൾഡോ ആണ്. ഇപ്പൊ യമാലായി. ഓക്കെ, വലിയ ആവേശം നമുക്ക് ഇവിടെ ഈ ഹൈലൈറ്റ് മാളിൽ കാണാം. ഈ സ്പെയിൻ നന്നായി കളിച്ചവർ വിജയിക്കട്ടെ എന്നുള്ളതാണ്. ഇതാ ഇവിടെ ഒരു സ്പെയിൻ ആരാധകൻ കാണുന്നുണ്ട്. എന്താ സങ്കടമാണോ സ്പെയിൻ ജയിച്ചത്? സന്തോഷം. യഥാർത്ഥത്തിൽ സ്പെയിനായിരുന്നു ഓൾറെഡി സ്പെയിനാണ്. പഴയ ബ്രസീലാണ്. ഇന്നലെ കഴിഞ്ഞ കളിക്ക് ഇംഗ്ലണ്ട്. അതിന്റെ മുന്നേ ഒത്ത ജയിച്ചിട്ട് വരുന്ന ആളാണ്. സ്പെയിനിന് പ്രചോദനം നൽകണം.
ഫിഫ അവസാന അർജന്റീനയെ ചതിച്ചു. കളിക്കണില്ല, കളിയുടെ സാധനമില്ല. അതില് സങ്കടാണ്. ഭയങ്കര സങ്കടാണ് ഇതില്. അന്നും ഇന്നും അർജന്റീന ഇതാ. ഒരു ലാമിൻ യമാലിനെ നമുക്ക് കാണാം. ലാമിൻ യമാൽ ഇവിടെ ഉണ്ട്. എന്താ ലാമിൻ യമാൽ? ഇവ ശരിയായ പോർച്ചുഗലേനി, പിന്നെ ഇംഗ്ലണ്ടിനെ കൂടെ നിന്ന് ബ്രസീലിനെ ഇന്ന് മേടിച്ച പുതിയ ജേഴ്സി പറയട്ടെ. ഈ ജേഴ്സി വാങ്ങിയിട്ട് 3 മണിക്കൂറായിട്ടോ. ഇവൻ പോർച്ചുഗൽ, ഞാൻ ജർമ്മനി, പക്ഷെ നമ്മളെല്ലാവരും യൂറോപ്യൻ രക്തം. നമ്മൾ ഇന്നത്തെ കളി സ്പെയിനാണ് സപ്പോർട്ട് ചെയ്തത്. കംപ്ലീറ്റ് ഡൊമിനൻസ്, സ്പെയിൻ്റെ ആധിപത്യം. എന്തുകൊണ്ടും യഥാർത്ഥത്തിൽ പോർച്ചുഗൽ. പല ടീമുകളുടെ ആരാധകരായിരുന്നവർ അർജന്റീനക്കെതിരെ നിന്ന് അവസാനം സ്പെയിനു വേണ്ടി വാദിച്ച്, എന്നാൽ യഥാർത്ഥ സ്പെയിൻ ആരാധകരൊക്കെ ഉണ്ട്. ഇവിടെ വന്നിട്ടുള്ളൊരു നല്ലൊരു സ്പെയിൻ ആരാധകനായിട്ടുള്ളൊരു ഒരു കുഞ്ഞിനെ കാണാം. ഒരു കുഞ്ഞു ലാമിൻ യമാൽ. ഇതാ കുഞ്ഞ് എങ്ങനെ ഉറങ്ങി. ലാമിൻ യമാൽ ഉറങ്ങിപ്പോയി. അർജന്റീനയുടെ കളിയുണ്ട് ഉറങ്ങിപ്പോയത്. അതെ. എങ്ങനെയുണ്ട് സ്പെയിൻ നന്നായി കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല പൊസിഷൻ കീപ്പ് ചെയ്തിട്ടാണ് കളിച്ചത്. പണ്ടേ സ്പെയിൻ ആരാധകനായിരുന്നോ? ഞാൻ അവിടെ പഠിക്കുക അവിടെ ആയിരുന്നു. ഞാൻ സ്റ്റഡീസ് ഒക്കെ അവിടെ ആയിരുന്നു, സ്പെയിനിലായിരുന്നു. എന്താ പേര്? ഫസീം. ഇവിടെ സ്പെയിനിലെ എവിടെ? ഞാൻ ബാഴ്സലോണയിലെ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ രാജ്യത്തോട് ഇഷ്ടം. അതെ. മെസ്സിനെ ഇഷ്ടമാണ്, പക്ഷേ സ്പെയിനാണ് സപ്പോർട്ട് ചെയ്തത്. കൺട്രി വൈസ് സ്പെയിനാണ്. അടിപൊളി. അച്ചു ഇതാ അച്ചു വരൂ. സ്പെയിൻ ആരാധകർ വാ. എങ്ങനെയുണ്ട് അർജന്റീന പോയ സങ്കടം. ഇപ്പോൾ കോഴിക്കോട്ടെ സംബന്ധിച്ച് ഇതാണ് കോഴിക്കോടിൻ്റെ, മലബാറിൻ്റെ, മലപ്പുറത്തിൻ്റെ, കേരളത്തിൻ്റെ ഫുട്ബോളിൻ്റെ ലഹരി എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ആവേശം ഒരിക്കലും അവസാനിക്കുന്നില്ല. കാരണം ലോകകപ്പ് ഫുട്ബോൾ കഴിഞ്ഞാൽ പോലും ഫുട്ബോളിനോടുള്ള വൈകാരികത, മലയാളിയുടെ ഈ ആവേശം അവസാനിക്കുന്നില്ല. ക്യാമറ പേഴ്സൺ റിഷാദ് ടിക്കയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.